ജനങ്ങൾക്ക് മനസ്സില്ല, നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല, ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല നിൻ്റെ കാര്യത്തിൽ. ഇതിൽ നീ വാടിപ്പോകരുത്. എന്താണ്? ഒരാളുടെ മനസ്സുണ്ടായാൽ മതി, നിൻ്റെ ദൈവത്തിന് നീ ജീവിക്കും. അപ്പം ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആർക്കും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് പറയാൻ ഉള്ള ആർജവത്വം ഉണ്ടാവണം. ഈ കുഷ്ഠരോഗിയെപ്പോലെ എന്താണ് അങ്ങയ്ക്കും അത് ഹൃദയത്തെ, ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ. അതാണ് ഉടനെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് തന്നെയാണല്ലേ, എനിക്കും മനസ്സുണ്ട് എന്ന് പറഞ്ഞു. നിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സില്ലെങ്കിലും എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനുള്ളവനാകുക. ലോകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിൽ പലർക്കും മനസ്സിലാഞ്ഞതിൻ്റെ പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ, അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന. ആ ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും, അല്ലെങ്കിൽ നീ ജീവിക്കും, ഞാൻ ജീവിക്കും. അപ്പം ധൈര്യമായിരിക്കണം.